അടുക്കളക്കാരി അടുത്ത് നിൽക്കുമ്പോ വേണം അമ്മയെ ആക്ഷേപിക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. ഹീറോ പറയുമ്പോ ആരാധകന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മുരളി എന്റെ ഹീറോ തന്നെയാ. കാരണം അവന് നട്ടലുണ്ട്. എന്റെ നട്ടല് പണയം വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അമ്മയും അച്ഛനെയും ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെയും നാട്ടുകാരുടെ മുമ്പിൽ മോശമാക്കരുതെന്ന് കരുതി പലതും ഒളിച്ചു, പലതും സഹിച്ചു. പക്ഷേ എന്നും മിണ്ടാതിരിക്കുന്നു കരുതണ്ട. മോനെ വേണ്ട, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ആന്റി ഒന്ന് വെറുതെ ഇരിക്കും. ശത്രു ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോ അതിന്റെ ഒരു മര്യാദ ഉണ്ടാവണം. നിർത്തടാ. ആരോട് എങ്ങനെ എപ്പോ പെരുമാറണമെന്ന് നീ എനിക്ക് ക്ലാസ് എടുക്കുകയാണോ? അന്തസ്സില്ലാത്ത പണി കാണിച്ച നിന്റെ കൂട്ടുകാരനെ ന്യായീകരിക്കാൻ വരുമ്പോ ആരോടാണെന്ന് ഓർക്കണം നീ. അമ്മ ചെയ്തത് നല്ല ഉഗ്രൻ പ്രവൃത്തിയായിരുന്നല്ലോ. നിന്റെ അമ്മയെ ആ വൃത്തികെട്ടവനും ഭാര്യയും അപമാനിച്ചപ്പോ നിന്റെ നാവ് എവിടെയായിരുന്നു? നന്ദു, പിന്നെ സംസാരിക്കാം, വാ. നിന്നെ ആരാ എങ്ങോട്ട് വിളിച്ചത്? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കിയത് നീ അടി. ഭാർഗവേ, ഇവളും നിന്റെ മോനും കൂടിയാ എന്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഒന്ന് നിർത്തമേ. മുരളി എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നേ? അതുമല്ല, ദേവിയെ വിഷയത്തിലേക്ക് വെറുതെ വലിച്ചഴിക്കരുത്. ദേവിക്ക് വലിച്ചഴിക്കരുതെന്നോ? ഇവളാ ബാക്കി എല്ലാവരെയും ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചിട്ടത്. നിന്റെ ഒരു പനി അന്വേഷിച്ചു വരികയാണെന്നുള്ള മട്ടിൽ എന്നെ അവഹേളിക്കണമെന്ന് നീയല്ലേ മുരളിയെയും ഗൗരിയെയും പറഞ്ഞ് ഏർപ്പാട് ചെയ്തത്? അയ്യോ, ഞാൻ അമ്മേ, ദേ ക്ഷമിക്കരുത്, അതിനുണ്ട്. ഞാനാടാ ഇപ്പൊ ക്ഷമിച്ചു നിൽക്കുന്നത്. നീ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ മീര? അവളുടെ അവസ്ഥയ്ക്ക് നീ പലരോടും കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയേണ്ടി വരുമെങ്കിലേ ആ കണക്ക് ഈ നന്ദൻ പറയും. ഇവളെ താലികെട്ട് ഇവളുടെ ഭർത്താവ് പറയും. കണക്ക് തീർക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഞാൻ വിട്ടുകൊടുക്കില്ല. നന്ദു വേണ്ട, പ്ലീസ്, പറയുന്ന കേക്ക്. അമ്മയോട് തർക്കിക്കണ്ട. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ മോനും കൂടിയാ സംസാരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ചിലപ്പോ വഴക്ക് കൂടും. അതിനിടയ്ക്ക് നീ വരണ്ട. അവനെ പിടിച്ചു മാറ്റി വഴക്കൊഴിവാക്കുന്ന പുണ്യവതിയൊന്നും ആവാൻ ശ്രമിക്കണ്ട നീ. അമ്മയ്ക്കിപ്പോ ഇവള് പുണ്യവതി അല്ലായിരിക്കും. പക്ഷെ ഇവളുടെ പുണ്യം ഒരു സമയത്ത് അമ്മ അറിയും. പിന്നെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, മീരയുടെ കാര്യം പറഞ്ഞ് അമ്മ അധികം വരട്ടണ്ട. ആ പ്രശ്നത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. രണ്ട്, മുരളിയെ പരസ്യമായി അപമാനിച്ചത് അതൊരു വലിയ മുറിവായിട്ട് എന്റെ മനസ്സിൽ കിടക്കും.